പിന്നെ ചേട്ടനോട് പറയാത്ത വേറൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അതിനത് ബ്രസീലും പെറു. ബ്രസീൽ പെറുവാണെങ്കിൽ അതിന്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ ചാക്കിനകത്താക്കി കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പ് ഞാൻ കാശുണ്ടാക്കും. ബ്രസീലിലും പെറുവിലും പോണോന്ന് അതെന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അതെ. അവിടെ ക്രൂഡ് ഓയിലിന് വില കൂടുന്ന അച്ചായമാരാണെങ്കിൽ അവിടെ ഞാൻ സംസാരിച്ചിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ച് പെട്രോളിന്റെ വില കുറക്കും. അത് കുറക്കുമെന്ന് തോന്നണില്ല. ആ പേര് തന്നെ ഒരു പ്രത്യേക പേരാ, ക്രൂഡ് ഓയിൽ. ആ പേരിൽ തന്നെ ഒരു വൈരുദ്ധ്യമില്ലേ, ക്രൂക്കഡായിട്ടൊരു അവസ്ഥയുണ്ട്. ആ പേരിൽ തന്നെ ഇതുണ്ട്. അതുകൊണ്ട് ആ പേര് മാറ്റി കളയണമെന്ന് ഞാൻ ആദ്യം അവരോട് ആവശ്യപ്പെടും. അതിനുശേഷം വില കുറയ്ക്കാൻ പറയും. എന്ത് പേരിടാൻ ഉദ്ദേശിക്കുന്നത്? സദയം നല്ലെണ്ണ, തൈലം, ഇഞ്ചിനീര്, ഇങ്ങനെ എന്തെങ്കിലും കിട്ടാ മതി. അത് കേൾക്കുമ്പോ തന്നെ ഒരു സ്മെല്ല് അല്ലേ വരുന്നില്ലേ? ബാത്റൂമിൽ കയറി സ്മെല്ല് തന്നെ ഒരു അതെ. പിന്നെ ചേട്ടന് ഭയങ്കര വലിയൊരു ആഗ്രഹമുണ്ട്. കേട്ടാ നിങ്ങൾ ആ സ്ഥലം കേട്ടാ ഞെട്ടിപ്പോവും. പാകിസ്ഥാനിൽ പോണോന്ന്. പാകിസ്ഥാനിൽ പോകണം. നമ്മുടെ ശത്രുരാജ്യമല്ലേ അത്? അല്ല, അവിടെ ചെന്ന് അവരുടെ പട്ടാള മേധാവിയെ ഞാൻ ആദ്യം ചെന്ന് കാണും. കണ്ടിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ സാധാരണ നമുക്ക് എന്തെങ്കിലും ഈ യുദ്ധങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സിലെ കാര്യങ്ങളൊക്കെ വിജയിച്ചു കഴിയുമ്പോഴല്ലേ നമുക്ക് മെഡലും സ്റ്റാറും ഒക്കെ കിട്ടുന്നത്. ഇവരെ ഒന്ന് എടുത്തു നോക്കി. ഇവരുടെ മേധാവികൾ വരുമ്പോ തന്നെ ഇവിടെ മെഡൽ തൂങ്ങി കിടക്കണു, ഇവിടെ സ്റ്റാർ തൂങ്ങി കിടക്കണു, അവിടെ തോരണം തൂങ്ങി കിടക്കണു. എനിക്ക് ചോദിക്കണം, നിങ്ങൾ സാധാരണ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇവർ തോറ്റിട്ടുള്ള ചരിത്രമുള്ളൂ. അവരോട് നമുക്ക് ചോദിക്കണം, നിങ്ങൾ എന്ത് സംഭവം ചെയ്തിട്ടാണ്, എന്ത് സംഭവത്തിൽ വിജയിച്ചിട്ടാണ് ഈ മൊത്തം തോരണോ സ്റ്റാറൊക്കെ കിട്ടിയെന്ന് എനിക്കൊന്ന് ചോദിക്കണം.